നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്ന് പ്രോസിക്യൂഷൻ. തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായിട്ട്. പൾസർ സുനി ദിലീപ് ബന്ധത്തിന് തെളിവുകളുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസാര കാരണങ്ങളാലെന്നും വാദം. കേരള സ്റ്റോറി 2 റിലീസിന് അനുമതി. സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പ്രദർശിപ്പിക്കാമെന്ന് നിരീക്ഷണം. കോടതി ഇടപെടൽ നിർമ്മാതാക്കൾ സമർപ്പിച്ച അപ്പീലിൽ. വിവാഹമോചനത്തിന് ഹർജി നൽകി വിജയിയുടെ ഭാര്യ. ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഹർജി നൽകി. നീക്കം വിജയും തൃഷയും തമ്മിൽ അടുപ്പത്തിലെന്ന വിവാദത്തിനിടെ. നിർണായക നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ആലപ്പുഴ മാരാരിക്കുളത്തെ തീരദേശവാസികൾക്ക് വഴി തുറക്കുന്നു. അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് കമ്പനി അധികൃതർ. നാട്ടിലെല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്കൊരു വഴി എങ്ങനെയാണ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വഴി കൊടുക്കേണ്ടത്, ആ രീതിയിൽ നമ്മൾ കൺസെന്റ് കൊടുത്തു. 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA. അപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ പടി എന്തായാലും ഇപ്പോൾ തുടങ്ങാം. കാരണം ഇതിനെ ആസ്തി രജിസ്റ്റർ കയറ്റണം. ഇത് തന്നിട്ട് ആസ്തി രജിസ്റ്റർ കയറ്റണം. 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മുമ്പ് തന്നെ വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിണറായി വിജയൻ നയിക്കും. പോളിറ്റ് ബ്യൂറോയിൽ ധാരണ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത ആഴ്ചയോടെ. ഇരവിപുരത്ത് വിഷ്ണുമോഹൻ RSP സ്ഥാനാർത്ഥി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 5-ന് കേരളത്തിൽ. വീണ ജോർജ് ആശുപത്രി വിട്ടു. ആക്രമണത്തിൽ റിമാൻഡിൽ കഴിയുന്ന KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. ആരോഗ്യമന്ത്രി ഹാസ്യ കഥാപാത്രമായി മാറിയെന്ന് VD സതീശൻ. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയില്ലെന്ന് AN ഷംസീർ. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്തു വിജിലൻസ്. സ്വർണം നൽകിയിരുന്നതായി മോഹൻലാലിന്റെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജുവിന് ജാമ്യം. പടിപൂജ ബുക്കിംഗിലും ക്രമക്കേടെന്ന് ഹൈക്കോടതി. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ആശ്വാസം. പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. CBIക്ക് കോടതിയുടെ കടുത്ത വിമർശനം. സത്യം ജയിച്ചെന്ന് കെജ്രിവാൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. പൾസർ സുനി ദിലീപ് ബന്ധത്തിന് നിരവധി തെളിവുകളുണ്ടെന്നും തെളിവ് പരിശോധിക്കുന്നതിലടക്കം വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടായെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. വിചാരണ നീതിപൂർവ്വം നടന്നില്ല. തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും അപ്പീലിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, അപ്പീൽ നൽകുമെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നതാണ്. ചില നിയമവഴികൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ചില വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അത് വിചാരണ കോടതിക്കെതിരെയാണ്. ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട അത്തരം ആക്ഷേപങ്ങൾ പ്രോസിക്യൂഷന്റെയും ഈ ഇരയുടെ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ തെളിവുകളുണ്ട് എന്ന വാദത്തിലാണോ മേൽക്കോടതിയിലേക്ക് പോകുന്നത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും വിചാരണ കോടതിക്കെതിരെ വലിയ വിമർശനമാണ് ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. 8ാം പ്രതി ദിലീപിനെതിരെ തെളിവുകളുണ്ട്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി പുനഃപരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി ശരിയായില്ല എന്ന് തന്നെയാണ് കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് സന്ദേശമാകേണ്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ വിചാരണ കോടതിയുടെ വിധി അത് നൽകുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള അപ്പീലാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ദിലീപ് ഉൾപ്പെടെ വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമുക്കറിയാം അന്നും വലിയ വിമർശനമായിരുന്നു. അതായത് പൾസർ സുനിയുടെയും മറ്റു പ്രതികളുടെയും മേൽ ചുമത്തപ്പെട്ടുള്ള കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. 20 വർഷം തടവ്
തടവ് എന്നുള്ളത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ആ ശിക്ഷയാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്നത്. പൾസർ സുനിക്കും മറ്റു പ്രതികൾക്കും ഉള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ആ സാഹചര്യം കൂടി പ്രോസിക്യൂഷൻ അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിചാരണ കോടതി വിധിക്കെതിരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത്. പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് സന്ദേശമാകണമെന്നും അത് നിയമവിരുദ്ധമായ രീതിയിൽ പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമായ രീതിയിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അപ്പീലിലേക്ക് പോകുന്നു. ദിലീപ് വീണ്ടും നിയമ പോരാട്ടത്തിന് ഒരുങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതി മേൽക്കോടതിയിലേക്ക് പോയി ഈ വിഷയത്തിൽ മറ്റൊരു വിധിന്യായത്തിലേക്കാണ്, വിധി സമ്പാദിക്കാനാണ് സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒരുങ്ങുന്നത്. കേരള സ്റ്റോറി 2 റിലീസിന് അനുമതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ലെന്നും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, നേരത്തെ ഈ നിർമ്മാതാക്കളുടെ വാദം അതായിരുന്നു, അതായത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പിന്നെ അത് പരിശോധിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും മറ്റ് ഏജൻസികൾക്കില്ല, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കില്ല എന്നായിരുന്നു. അത് പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നോ ഡിവിഷൻ ബെഞ്ച്? രഞ്ജിത്ത്, ഡിവിഷൻ ബെഞ്ച് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതിയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് നൽകിയ സ്റ്റേ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് 7:30 കൂടിയാണ് അടിയന്തരമായി സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി ഈ കേസ് പരിഗണിക്കുന്നത്, നിർമ്മാതാക്കളുടെ വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്നലെ ഉത്തരവ് പറഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, അത് വിധി പറയാനായി മാറ്റുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് ഇത്ര നേരവും വിധി പറയാൻ വൈകിയിരുന്ന സാഹചര്യത്തിൽ സിനിമയ്ക്ക് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക തന്നെ അവർക്കുണ്ടായിരുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. അതുമാത്രമല്ല, ഇന്ന് സിനിമ 1800 കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഇന്നലെ സിംഗിൾ ബെഞ്ച് സിനിമ 15 ദിവസത്തേക്ക് റിലീസ് ചെയ്യാനാകില്ല എന്നുള്ള പ്രദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്ന സാഹചര്യമുണ്ടായത്. അത് മാത്രമല്ല, മറ്റൊരു കോടതി അലക്ഷ്യ കേസ് കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സിനിമ ഇന്നലെ പ്രദർശിപ്പിക്കാനാകില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ പോലും സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ്, ഇന്ന് പ്രദർശിപ്പിക്കുന്ന ഓൺലൈൻ ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്നുള്ള കാര്യം കൂടി കോടതി അലക്ഷ്യ കേസായി ഇതിനെ പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ കേസും ഈ കൂട്ടത്തിൽ ഉണ്ട്. അതായത് ഈ നിർമ്മാതാക്കൾക്കെതിരെ, കേരള സ്റ്റോറി 2 നിർമ്മാതാക്കൾക്കെതിരെ അത്തരമൊരു കേസ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അവരുടെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളുടെ പണമൊക്കെ തിരികെ നൽകിയിട്ട് അത് പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കോടതി അലക്ഷ്യത്തെ പേടിച്ചാകാം ഒരുപക്ഷെ പെട്ടെന്ന് പരിഹരിക്കുന്ന സാഹചര്യത്തിലേക്ക് നിർമ്മാതാക്കൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കേരളത്തിന്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ കേസ് പോകുന്നത്, ഈ സിനിമ പോകുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയെന്നു ഹർജിക്കാർ കോടതിയിലെത്തിയിരുന്നത്. പ്രധാനമായും ഈ കേരളത്തിന്റെ ഒരു റിലീജിയസ് ഹാർമണി അതിനെ ഏത് തരത്തിൽ ഇല്ലാതാക്കുന്നു എന്നുള്ളത് പ്രധാന തെളിവാണ് കേരള സ്റ്റോറി 2 എന്നുള്ളത് ഹർജിക്കാരുടെ വാദം. ഇതല്ല കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം പഠിച്ചിട്ട് തന്നെയാണോ ഇത്തരത്തിലൊരു സിനിമയുമായി മുന്നോട്ടിറങ്ങിയത് എന്നുള്ളതായിരുന്നു ഇന്നലെ സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നത്. അത്തരം ആശങ്കകളൊക്കെ മലയാളിയുടെ ആശങ്കയാണ്, ഇത് 2 ഹർജിക്കാരുടെ മാത്രം ആശങ്കയല്ല എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ അതിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ മുൻപാകെ വാദമുഖത്തിൽ
നിർമ്മാതാക്കൾ ഈ കാര്യം പ്രധാനമായും അടിവരയിട്ട് കാട്ടിയിരുന്നു. പ്രത്യേകിച്ചും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ സിനിമകളിൽ ഹൈക്കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതിയുടെ നോംസ് ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ആയിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം സിനിമ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അതിനുള്ള അവസരങ്ങൾ നൽകാതെ നിർമ്മാതാക്കൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും നാളെ മുതൽ സിനിമ തിയേറ്ററുകളിൽ കാണാം എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നടനും തമിഴ് വെട്രി കഴകം തലവനുമായ വിജയിയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകി. ചെന്നൈ ചെങ്കൽപ്പെട്ട് കോടതിയിലാണ് ഹർജി. വിജയും നടി തൃഷയും തമ്മിൽ അടുപ്പത്തിലാണ് എന്ന വിവാദങ്ങൾക്കിടെയാണ് സംഗീത വിവാഹമോചന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമാകും സംഗീതയുടെ നീക്കം. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. ഹരി, വിജയ്ക്കെതിരെ ഇത്തരത്തിൽ ഈ സമയത്തൊരു ഹർജി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പലവിധ വ്യാഖ്യാനങ്ങൾക്കിടയാക്കാം. പക്ഷേ അപ്പോഴും നേരത്തെ തന്നെ ഇവർ തമ്മിൽ അകന്നു നിൽക്കുകയാണ്. പല ഗോസിപ്പുകളുണ്ട് സിനിമാ ലോകത്ത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടി അത് കടന്നു വരുമ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ഡാമേജ് അല്ല. തീർച്ചയായും ചില്ലറ ഡാമേജ് അല്ല. വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുരുക്കിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി തന്നെ വരും. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത ഇപ്പോൾ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പല പോയിന്റുകളും മാർക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത് വിജയ്ക്ക് മറ്റൊരു നടിയുമായി, അതായത് ഇതേ പ്രൊഫഷണൽ തന്നെയാണ്, നടിയുമായി മറ്റൊരു ബന്ധം തന്നെയാണ് വിജയ്ക്കുള്ളത്. അതാണ് ഈ ഡിവോഴ്സിന് കാരണമെന്നത് സംഗീത ഫയൽ ചെയ്യുന്നു ഈ പെറ്റീഷൻ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നടിയുടെ പേര് കാര്യങ്ങളോ ഒന്നും തന്നെ ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള പ്രൊസീഡിങ്സിൽ എന്നോട് ആവശ്യപ്പെടുകയാണ്, കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുകയാണ് വരുന്നതാണെങ്കിൽ ഈ പറയുന്ന നായികയെ 2ാം വ്യക്തിയായിട്ട് കൊണ്ടുവന്ന് ഈ കേസിന്റെ പ്രൊസീഡിങ്സ് നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ട് സംഗീത. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിന് മുന്നേ തന്നെ 2021 ഓഗസ്റ്റിൽ ഈ ബന്ധം താൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ തന്നെ കൺഫറന്റ് ചെയ്തിരുന്നതാണ്. എന്നാൽ അപ്പോൾ ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് പറഞ്ഞിരുന്നതായും സംഗീത ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ബന്ധം തുടരുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കുടുംബ സദസ്സുകളിലോ ഒന്നും തന്നെ കൊണ്ടുപോയിരുന്നില്ല. സിനിമാ മേഖലയിൽ പണ്ട് സിനിമാ സെറ്റുകളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് അതൊന്നും കണ്ടില്ല. തനിക്ക് മാനസികമായ സംഘർഷം ഈ ബന്ധം തുടരുന്നത് കാരണം ഉണ്ടായിട്ടുണ്ട്. തനിക്ക് മാത്രമല്ല തൻ്റെ മക്കൾക്കും കുടുംബങ്ങളുടെ ഇടയിലും അവരുടെ കൂട്ടുകാർക്കിടയിലും ഉണ്ടായ കളിയാക്കലുകൾ, മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കാരണമാണ് താനിപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് സംഗീത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 1999 വിജയും സംഗീതയും വിവാഹിതരായത്. ഇപ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ നടിയുടെ കാര്യങ്ങളോ പേരുകളോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ നടി തൃഷയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പ് കോളങ്ങളിൽ വിജയ് നിന്നിരുന്നതാണ്. തമിഴ്നാട്ടിൽ തന്നെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് നടത്തിയ പരാമർശം തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിനെതിരെ തൃഷ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഈ ടൈം ലൈനിൽ പറയുന്നത് പോലെ 2021 അതിനുശേഷം ഈ ബന്ധം തുടരുന്ന സാഹചര്യം, ഈ ടൈം ലൈനിലൊക്കെ തന്നെ വിജയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു നായികയുടെ പേര് മാത്രമാണ് അന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. മറ്റൊരു ബന്ധം പുലർത്തുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നത്. അത് നടി തൃഷയാണ്. പക്ഷേ ഈ നടി തന്നെയാണോ, തൃഷ തന്നെയാണോ ഈ പറയുന്ന വ്യക്തി എന്നതിൽ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകളുമില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു നായികയാണ് എന്നത് ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. മറ്റൊരു സ്ത്രീ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു നായികയാണെന്ന് തന്നെയാണ് പറയുന്നത്. അതിനിടയിൽ ഇപ്പോൾ കരൂർ ദുരന്തം, അതിനുശേഷം ജനനായകൻ റിലീസ് ചെയ്യുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഇപ്പോൾ വിജയ്ക്ക് നേരിടേണ്ടി വരുന്നത് തന്നെ പറയേണ്ടി വരും. ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം DMK-യിൽ ചേർന്നു. രാവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. തേനിയിൽ പനീർശെൽവം മത്സരിക്കും. മറ്റു ചില സീറ്റുകൾ കൂടി പനീർശെൽവം വിഭാഗത്തിന് DMK നൽകിയേക്കും. ഇടവേള. ഒരു നാടിൻ്റെ പേര് വെറുമൊരു അടയാളം മാത്രമല്ല, അതിൽ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പരിണാമവും ഒരു ജനതയുടെ വൈകാരികമായ സ്വത്വവും അഗാധമായി ഇഴചേർന്ന് കിടപ്പുണ്ട്. കാലങ്ങളായി ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനം മലയാളികളുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘനാളായുള്ള ഈ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വത്വം അതിൻ്റെ യഥാർത്ഥ പേരിൽ തിരിച്ചറിയപ്പെടുക എന്നത് ഏതൊരു ജനതയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്.
കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയോ മറ്റ് ഭാഷാപരമായ സ്വാധീനങ്ങളുടെയോ ഫലമായി രൂപാന്തരം പ്രാപിച്ച പേരുകളിൽ നിന്നും തനതായ പേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലമൊരു അക്ഷരമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു തിരുത്തൽ കൂടിയാണ്. ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഭാഷാപരമാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളിൽ സ്ഥലപ്പേരുകളുടെയും മറ്റും അവസാനം എന്ന പ്രത്യയം ചേർക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു വ്യാകരണ രീതിയാണ്. മലയാളം, തമിഴകം തുടങ്ങിയ വാക്കുകളുടെ ഘടന പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മലയാള ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പ്രകാരം കേരളം എന്നതാണ് പൂർണ്ണവും അർത്ഥവത്തായതുമായ രൂപം. എന്നാൽ ഇംഗ്ലീഷിലേക്കും മറ്റ് ചില ഭാഷകളിലേക്കും ഈ വാക്ക് എടുത്തപ്പോൾ അത് കേരള എന്നായി ചുരുങ്ങുകയായിരുന്നു. സംസ്കൃതത്തിലോ ദ്രാവിഡ ഭാഷകളിലോ ഉള്ള വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ അവയുടെ അവസാനത്തെ അക്ഷരം അല്ലെങ്കിൽ ശബ്ദം നഷ്ടപ്പെടുന്നത് ഒരു സാധാരണ പ്രവണതയാണ്. ഉദാഹരണത്തിന് രാമൻ എന്നത് ഇംഗ്ലീഷിലെത്തുമ്പോൾ രാമ എന്നും കൃഷ്ണൻ എന്നത് കൃഷ്ണ എന്നും മാറുന്ന അതേ പ്രക്രിയയിലൂടെയാണ് കേരളം എന്നത് ഔദ്യോഗിക രേഖകളിൽ കേരള ആയി മാറിയത്. നമ്മുടെ ദൈനംദിന സംസാരത്തിലും സാഹിത്യത്തിലും മലയാളികൾ കേരളം എന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും മറ്റ് ഔദ്യോഗിക ഇടപാടുകളിലും ഇംഗ്ലീഷ് വകഭേദമായ കേരള എന്ന് തന്നെ തുടർന്നു പോന്നു. ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ കാതൽ. കടലമ്മയുടെ കനിവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വഴി കൂറ്റൻ മതിൽ കെട്ടി അടച്ച റിസോർട്ട് മാഫിയ. ഇവിടെയാണ് 25 ഏക്കറോളം ഭൂമി റിസോർട്ട് കൈയടക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ വഴിയടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ കണ്ടത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ഏത് വികസന പ്രവർത്തനവും വ്യവസായവും വരുന്നതിനൊന്നും നമ്മളെ നാട്ടുകാരും പൊതുജനപ്രതിനിധികളാരും അതിനൊന്നും എതിരല്ല. ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ട് കാണേണ്ടവർ കണ്ടു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി. ഫാറം അവരെ ഏൽപ്പിച്ചു. വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അജണ്ട ബ്രേക്കിംഗ് ന്യൂസുകളല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ ദൗത്യമാണ്. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്. വഴി തുറന്ന് ന്യൂസ് 18. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വൻകിട റിസോർട്ടിന്റെ ഭൂമി ഇടപാടിൽ തീരദേശവാസികൾക്ക് വഴി നഷ്ടപ്പെട്ട സംഭവത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം സാധ്യമാക്കി ന്യൂസ് 18. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. 3 മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA PP ചിത്തരഞ്ജനും അറിയിച്ചു. കുറെ നാളുകളായി മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഇവരുടെ ഒരു ഇടപെടൽ അത് നമുക്ക് അഭിനന്ദനാർഹമെന്ന് തന്നെ പറയാം. മാരാരിക്കുളത്തെ പൊള്ളത്തെ നിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ ആഗ്രഹിച്ച ഒരു വഴിയെന്നല്ല നല്ലൊരു റോഡ് തന്നെ തുറന്നു നൽകുമെന്നുള്ളതാണ് ചർച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചുള്ള ചർച്ച നടന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആവുകയാണ്. ഇത് കുറേ നാളുകളായിട്ടുള്ള ഒരു വിഷയത്തിന് പരിഹാരം. ആളുകൾക്ക് വഴി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടപ്പ് രോഗികളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ വൃത്തിയായി വാഹനത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ എത്തുവാണല്ലേ. ഈ വഴിയുടെ ഒരു വലിയ കഥയുള്ള വഴിയാണ്. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങി, പിന്നെ കുറച്ച് സ്ഥലം വാങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ഈ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അവർ വാങ്ങി. അത് ആർക്കും കൂടെ തർക്കമില്ല. ഈ വിഷയം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടൊരു 2 വർഷക്കാലമായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് 2025 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി. അന്ന് പാർട്ടിയുടെ എൽസി സെക്രട്ടറി സഖാവ് VD അമ്പയാക്ഷനാണ്. അമ്പയാർ സഖാവാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഞാനും അമ്പയാർ സഖാവും കൂടെ അവിടെ പോയി. അവിടെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ ഒരാളുണ്ടായിരുന്നു ആ ഭാഗത്തുള്ള.
അദ്ദേഹത്തിനെ വിളിപ്പിച്ച് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇന്നൊരു നമ്പർ വാങ്ങി. അങ്ങനെയാണ് ഈ വാങ്ങിയ കമ്പനിയുടെ ഇപ്പോഴും പേര് നമുക്കറിഞ്ഞൂടാ. കമ്പനി എന്നാണ് അവർ പറയുന്നത്. നമ്മളവരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞു. 1-2 അവധിക്ക് അവർക്ക് വരാനൊത്തില്ല, സാങ്കേതിക പ്രശ്നമായിരിക്കും. പിന്നീട് അവർ വന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഹോട്ടലിൽ അവിടെ പോയി ഞങ്ങളെല്ലാവരും കണ്ടു, അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. നീണ്ടുപോയാണ്. ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും സെപ്റ്റംബർ മാസത്തിലാണ്, ഓണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവരവിടെ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു ഡ്രോയിങ്സ്, ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഒരു സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് ദിവസമായിട്ട് ഒരു അനക്കമില്ല വന്നപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ബോർഡിൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി ആകുമ്പോൾ ബോർഡാണല്ലോ, അങ്ങനെ ബോർഡിലേക്കായി. ബോർഡിലേക്ക് ഇത് വെച്ച് അപ്പോൾ പിന്നെ ഒക്ടോബർ തിരഞ്ഞെടുപ്പായി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി, നവംബറും അങ്ങനെ പോയി. അത് കഴിയുമ്പോഴാണ് അവർ ഇതിന് അനുവാദം തന്നിരിക്കുന്നു, വാക്കാൽ ഞങ്ങളത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം, ആ വാർഡിലെ ഷീല സുരേഷ്, ഇത് സ്വകാര്യ വഴിയായിട്ട് കിട്ടിയാൽ പഞ്ചായത്തിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ ഒന്നും പണം മുടക്കാനൊക്കത്തില്ല, MLA ഫണ്ടും കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇത് ആസ്തി രജിസ്റ്ററിൽ വരണം. ആസ്തി രജിസ്റ്ററിൽ വരുന്നതിന് വേണ്ടി ഈ കൺസെൻറ്റ് ഫാറം അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ കൺസെൻറ്റ് ഫാറം തരുമ്പോൾ അത് പൊതു റോഡായി മാറും. അപ്പോഴാണ് അവർ വീണ്ടും സാവകാശം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 25 സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട്. മതിപ്പ് വില ഒരു 4 ലക്ഷം രൂപ വെച്ചാണെങ്കിലും 1 കോടിയോളം രൂപയുടെ. പിന്നെ ഇതൊരു കമ്പനിയാണ്, ഞങ്ങളുടെ ബോർഡ് കൂടണം. ബോർഡ് കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം അറിയിക്കാം, എന്തായാലും പോസിറ്റീവായ തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് അവരന്നും പറഞ്ഞിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ 5-6 മാസം പോകുമല്ലോ എന്നൊരു ചിന്ത വരുന്നത്. അങ്ങനെയാണ് ജനപ്രതിനിധികളായിട്ടുള്ള പിന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സൈമൺ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മനോജ്, ഷീല, ഇവർ ശരണ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ പ്രതികരിക്കുന്നത്. അത് സ്വാഭാവികമായി അതിനുശേഷം അപ്പോൾ ആ വാർത്ത വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും നമ്മളവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ പോയി ചർച്ച ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു പ്രയാസം. എല്ലാവരും കൂടി ഇവിടുന്ന്, കാര്യം ആരെങ്കിലും 4-5 പേര് പോയിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടണം. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിക്ക് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചിരിക്കുകയാണ്. നേരത്തെ 10 മണിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ എത്തി. ചില മെമ്പർമാർ വരാൻ അല്പം വൈകി, പക്ഷേ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല. നേരത്തെ തൊട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്നുള്ളതിൽ എല്ലാവർക്കും ഇത് കാണാപ്പാടമാണ്. അവിടെ 2-3 കാര്യങ്ങൾ വന്നു. അതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി ഫാറം അവരെ ഏൽപ്പിച്ചു. ഒരാഴ്ചക്കാലത്തിനുള്ളിൽ അവർ ആ ഫാറം ഒപ്പിട്ട്, അവർക്ക് ഇതൊക്കെ പറഞ്ഞാലും ഇതുങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോട് പറയണം. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ അവിടെ വെച്ച് അനുവാദം വാങ്ങിത്തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ പണി എന്തായാലും ഇപ്പോൾ തുടങ്ങാം. കാരണം ഇതിനെ ആസ്തി രജിസ്റ്ററിൽ കയറ്റണം. ഇത് തന്നിട്ട് ആസ്തി രജിസ്റ്ററിൽ കയറ്റണം. 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മുമ്പ് തന്നെ വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ എർത്ത് വർക്ക് നടത്തും. അതിനുശേഷം അവർ അവിടെ നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അവരാണല്ലോ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രദേശത്തുള്ള അടിസ്ഥാനപരമായ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സഹായിക്കണമെന്ന് നമ്മൾ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ വളരെ അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ കൺസെൻറ്റ് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കാം. പഞ്ചായത്ത് മെമ്പർ തന്നെ ചുമതലപ്പെടുത്തി. ആ കൺസെൻറ്റ് കിട്ടിയാൽ ഉടനെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ, അപ്പോൾ പിന്നെ ഇതിൻ്റെ കരവടച്ചൻ്റെ രസീറ്റും കൂടെ അവർ തരണം. അതിപ്പോൾ തരും. തന്നാൽ ഉടനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. പിന്നെ എർത്ത് വർക്ക് ജനകീയ പങ്കാളിത്തത്തോടെ തന്നെ നടത്തി പൂർത്തീകരിച്ചിടും. പുതിയ സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ വരുന്ന മെയ് മാസത്തിന് ശേഷം റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ നടപടികളും ഗ്രാമപഞ്ചായത്തും
ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും MLAയും എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടി ആലോചിച്ച് അതിനാവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് അത് ചെയ്യും. അവിടെ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കുഞ്ഞു മക്കൾ പോകുന്ന വഴികളായിരുന്നു. അപ്പോൾ അവർ പോകുന്ന മഴക്കാലം വന്നാൽ പോകുന്ന പാലങ്ങൾ 3 പാലങ്ങൾ തന്നെ അവിടെ വേണ്ടി വരുന്നുണ്ട്. ഒരു അംഗനവാടി അകത്ത് വരുന്നുണ്ട്. ചെറിയ പോസ്റ്റിലൊക്കെ കൂടിയാണ്. രസകരമായ ഒരു കാര്യം കൂടെയുണ്ട്. ഈ വഴി പ്രശ്നത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഇടപെട്ട് നിരന്തരമായി നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ബോർഡ് പാലത്തിന് ഫണ്ട് അനുവദിച്ച MPക്ക് അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് അവിടെ കണ്ടു. അപ്പോൾ ഏത് വഴിയാണ് ഈ പാലം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് പോലും ഒരു പിടി ഇപ്പോഴും കിട്ടിയില്ല. അതായത് ഒരു നിർമ്മാണാനുമതി കൊടുക്കണമെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ഔദ്യോഗികമായി നിങ്ങൾക്ക് ലഭ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെ പറ്റിക്കാനായിരുന്നെന്ന് അറിഞ്ഞുകൂടാ. അവിടെ കൊണ്ടുവന്ന് പാലത്തിന് ഫണ്ട് അനുവദിച്ച MPയുടെ പടമൊക്കെ വെച്ച് ഒരു ബോർഡൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞു, പാലം അവർ ചെയ്യും, റോഡ് ഞങ്ങളും ചെയ്യും. ആരാ പാലം MP ചെയ്യും. MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും റോഡ് വർക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും റോഡ് 3 പാലങ്ങൾ, ആ പാലമാണ് ഏറ്റവും അതൊക്കെ ബാക്കി ഞങ്ങൾ ഇപ്പോൾ അനുവദിച്ച പാലം നിങ്ങൾ ജയിപ്പിച്ചോണം. അത് ചെന്ന് ചോദിച്ചാൽ മതി ആ ഫണ്ടിന് എന്തായെന്ന്. അത് നമ്മുടെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ. സ്വാഭാവികമായി അവിടുത്തെ ഒരു കൺസേൺ ഇല്ലാതെ ഒരു പാലത്തിന് അനുവാദം കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതും വിശ്വസിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ച നാട്ടുകാരുണ്ട്. ഏതാ നിങ്ങൾ വിചാരിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു വഴി കിട്ടിയത്, ഞങ്ങൾക്ക് പാലമായി. ഏതാ എൻ്റെ അടുത്ത് ഞാൻ അവരടുത്ത് എന്ത് പറയാൻ? ആ ഒരു ബോർഡിനെ മാത്രം വിശ്വസിച്ച് ആ വഴിക്ക് വേണ്ടി നടന്ന ഞങ്ങൾ എല്ലാം ഒരു ബോർഡ് ആരണ്ട് കൊണ്ടുവന്നൊരു കെട്ടി തൂക്കിയപ്പോൾ അതാണ് ചിലർ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് സമൂഹം എന്ന് വിചാരിച്ചാണ് ചിലർ. എല്ലാവരും അങ്ങനെയല്ല. പിന്നെ പാവപ്പെട്ട സാധാരണക്കാരെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വേറെ എന്തെന്നുണ്ട്. നമ്മൾ വേറെ വല്ലവരുമാണ്. നമ്മൾ അതിൻ്റെ മണവും കൊണത്തിന് നിൽക്കണവരുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും നല്ല സന്തോഷകരമായൊരു ദിവസം. കാരണം അത് ഔദ്യോഗികമായി തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ വഴി എന്നുള്ള കാര്യത്തിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ കൺസെന്റ് നൽകുമെന്നുള്ളതാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ജനകീയമായൊരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മാസത്തിനുള്ളിൽ തന്നെ, മെയ് മാസത്തിന് ശേഷം റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതിനു മുമ്പുള്ള പ്രാഥമികമായി ചെയ്യേണ്ട എർത്ത് വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ തുടങ്ങുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരാഴ്ചയ്ക്കുള്ളിൽ വഴി വിട്ടു നൽകിക്കൊണ്ടുള്ള അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കി. പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കമ്പനി പ്രതിനിധികളുടെ പ്രതികരണം. മാരാരിക്കുളത്ത് റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ, അവരുടെ തീരദേശവാസികളുടെ റോഡടക്കം നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനൊരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടന്നത്. തീരദേശവാസികളായ ജനപ്രതിനിധികളും ഒപ്പം തന്നെ റിസോർട്ടിനെ പ്രതിനിധാനം ചെയ്ത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. അത് എവിടെ വരെ എത്തി നിൽക്കുന്നു, അതായത് ആ ചർച്ച എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയായിരിക്കുന്നു ഈ വിഷയം, എങ്ങനെ പരിഹരിക്കപ്പെടും? ഈ പ്രശ്നം വർഷങ്ങളായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. ഈ വഴിയുമായി ബന്ധപ്പെട്ട് പല വട്ടങ്ങളിലായിട്ട് ഞങ്ങൾ എല്ലാ തരത്തിൽ ബന്ധപ്പെടുകയും പരിശ്രമമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവർ വന്ന് ഏതാണ്ട് 5-8 മാസക്കാലമായി ഇവരുമായിട്ട് MLA അടക്കം ബന്ധപ്പെട്ടു. ഞങ്ങൾ വിളിച്ച് 2-3 വട്ടം ഇവരുമായിട്ട് സംസാരിച്ചു. അവർ വളരെ നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ സ്ഥലം അളന്ന് സ്കെച്ച് തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. അതിന് കൺസെൻറ്റിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശ്രമങ്ങൾ നടത്തി. ആദ്യം അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അവർ ബോർഡ് യോഗം കൂടിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ബോർഡ് യോഗം കൂടി. അവർ കൺസെൻറ്റ് തരുന്നതിൽ ചെറിയ പ്രയാസം ആദ്യം പറഞ്ഞ്. പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ കൺസെൻറ്റ് തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നം ആകെ പരിഹരിക്കപ്പെടുക. അതായത് വഴി എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. വഴി റോഡായി മാറുകയാണ്. 3 മീറ്റർ. അതായത് ഈ 52ഓളം കുടുംബങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയാണ്. 52 എത്രയായാലും ആ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നം തീരും. തീരദേശവാസികൾ റോഡിലൂടെ തന്നെ എത്തും. അതാണ് ഇത്. അവിടെയുള്ള അവരാരും ആ വികസനത്തിനെതിരല്ലായിരുന്നു, മറിച്ച് അവർക്ക് വേണ്ട വഴി വേണം, അത് റോഡായി തന്നെ വേണം എന്നുള്ളതായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ കിടപ്പ് രോഗികളായ ആളുകളൊക്കെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ തീരദേശവാസികളായ ആളുകൾക്ക് വഴി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റിസോർട്ടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ, ഒന്ന് പരിചയപ്പെടുത്താമോ ആരാണ്? എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ റിസോർട്ടിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. ഇത് മിസ്റ്റർ അബ്ദുൾ, പുള്ളിയാണ് റിസോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആൾ. ഈ ഒരു സംഭവം നമ്മളുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത്
അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. അപ്പോൾ പഞ്ചായത്ത് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ വരുന്നത്. പിന്നെ അതിൽ തീരുമാനം എടുക്കാൻ കുറച്ച് വൈകി, കാരണം നമ്മുടെ ഇന്റേണൽ കമ്പനി പോളിസി പ്രൊസീജിയറിൽ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും MLA സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് വളരെ ഉപകാരപ്രദമായി, ഞങ്ങൾക്കും അവർക്കും നാടിന് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തുതീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അറിയിക്കേണ്ടത്. ഏത് കമ്പനിയുടെ ഉടമസ്ഥലാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു മാരാരി ബീച്ച് വില്ലേജ് പ്രോപ്പർട്ടീസ് എന്നും പറഞ്ഞിട്ടാണ് കമ്പനീൻ്റെ പേര്. അപ്പം ആ ഒരു ഇത് ഒറ്റ ഒരു ഇതായിട്ട് മേടിച്ച ഒരു പ്രോപ്പർട്ടിയല്ല. അപ്പം പലതായിട്ട് നമുക്ക് ഓരോരോ സമയത്ത് കിട്ടിയതനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റിയതാണ്. അപ്പം അതിന് ആ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് മൊത്തം അക്വയർ ചെയ്തതും അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്രൂവലും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നീങ്ങിയതും. ഇപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലോട്ടും നമ്മൾ കയറി ആയിട്ടില്ല. നമ്മളിപ്പം കോമ്പൗണ്ട് വാളും കാര്യങ്ങളും മാത്രമേ അതിലോട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ, വർക്കൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ തെക്കേ അതിനോട് ചേർന്നാണോ റോഡ് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ ആരംഭിക്കുക? എന്താണ് സൊല്യൂഷൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്? ഇപ്പം സൊല്യൂഷനായിട്ട് നമ്മൾ കൺസെൻറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇപ്പം നാട്ടിലെല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്കൊരു വഴി എങ്ങനെയാണ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വഴി കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ കൺസെൻറ്റ് കൊടുത്തു. സ്ഥലം വിട്ടുതരും എന്നുള്ള കൺസെൻറ്റ് നിങ്ങൾ കൊടുക്കും? അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇത് എത്തി നിൽക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വഴിയായിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നാട്ടിൽ ആളുകൾക്ക് വഴി വേണം. ഇത് കുറേ നാളുകളായി, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അടക്കം ആളുകൾ വോട്ട് ബഹിഷ്കരിച്ച പ്രദേശമാണ്. ആ പ്രദേശം ആളുകൾ പോയിക്കൊണ്ടിരുന്ന വഴി ഇതിനകത്തായിപ്പോയെന്നുള്ളതാണ്. ഫ്രണ്ടിലെ ഒരു തർക്കത്തിലാണ് പ്രധാനമായും നിന്നിരുന്നത്. ഫ്രണ്ടിൽ 3 മീറ്റർ കമ്പനി തരും, പുറകിലേക്ക് 1.5 മീറ്ററും ബാക്കി ജനങ്ങളും. അങ്ങനെയാണ് ബാക്കി ജനങ്ങളും തരും. അങ്ങനെയാണ് ഇതിനകത്ത് ധാരണ വരുത്തിയിട്ടുള്ളത്. നാട്ടുകാർക്ക് വഴിയുണ്ടാകുക എന്നുള്ളതാണ് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസം വഴി മാത്രമല്ല, അവിടെ റോഡും 2 പാലവും കൂടെ വേണം. എന്നാലേ 3 പാലം, പടിഞ്ഞാറ് അറ്റത്തൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പം 3 പാലവും കൂടെ വരണം. അവിടെ ഒരു അംഗനവാടി ഉണ്ട്. അംഗനവാടി ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വരും. നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും കുറേ പേര് മെനക്കെട്ട് പ്രദേശവാസികളുടെ ശക്തമായ നിലപാടാണ് ഇതിനകത്തൊരു തീരുമാനം. ബഹുമാനായിട്ടുള്ള MLA ഇടപെടലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നത്. എന്നത്തേക്ക് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? കൺസെന്റ് തരുന്നതനുസരിച്ചാണ്. കൺസെന്റ് എന്ന് തരുന്നു അതനുസരിച്ച് നമുക്ക് എന്നത്തേക്ക് തരുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തരുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പ്രദേശവാസികളായ നിങ്ങളുടെ ഒരു സന്തോഷമായോ? ഞങ്ങൾ വളരെ സന്തോഷം. അതിന് ഞങ്ങൾ ന്യൂസ് 18 നന്ദി പറയുന്നു. ഇങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരികയും ഇതെല്ലാം പെട്ടെന്ന് അധികാരികൾ ഇടപെടുകയൊക്കെ ചെയ്തതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റിനെയും വിശ്വസിക്കുകയാണ്. അവർ തരാമെന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞേക്കുന്നു. 1 വീക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. അതിനുള്ളിൽ അവരുടെ കൺസെന്റ് നിങ്ങൾക്ക് ലഭ്യമാകും അല്ലേ? തീർച്ചയായിട്ടും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു വിഷയം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അത് എത്തിയിരിക്കുന്നു. ജനപ്രതിനിധികൾ കൃത്യസമയത്ത് അവരുടേതായ ഒരു ഇടപെടലുണ്ടായി. നാട്ടുകാരും ഇടപെട്ടു. മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മളും അതിൻ്റെ ധർമ്മം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ഒരു സൊല്യൂഷനിലേക്ക്, അതായത് തീരദേശവാസികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വഴി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായ മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വസതിയിലെത്തി. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടിയേക്കും. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേർ. വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ബിദുൽ ബാലൻ റിമാൻഡിലാണ്. സംഭവത്തിൽ ബിദുലിന്റെ വീട് ഡിവൈഎഫ്ഐ നേതാവ് അന്വേഷിക്കുന്ന വാട്സാപ്പ് ചാറ്റ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടു. തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ചാറ്റ്. വാട്സാപ്പ് ചാറ്റിന്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇവിടുത്തെ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചാറ്റിൽ ഇവന്റെ വീട് എവിടെയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കുന്ന ചാറ്റിന്റെ ദൃശ്യങ്ങൾ, ഇത് ശരിയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താണെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടാവില്ലല്ലോ, അവര് തന്നെ പുറത്തുവിട്ടതാവുമല്ലോ. ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ ശരിയാണോ അല്ലേന്ന് പോലീസ് പരിശോധിക്കട്ടെ.
മന്ത്രി വീണ ജോർജ് പരിഹാസ കഥാപാത്രമായി മാറിയെന്ന് വി.ഡി. സതീശൻ. മന്ത്രിയുടെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്നു. മന്ത്രിയെ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമെന്നും KSU പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും സതീശൻ പറഞ്ഞു. പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ അക്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് വരെ ജയിലിലടക്കുകയാണ്. ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയില്ലെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രാഷ്ട്രീയം പറയാം. അക്രമം ആര് നടത്തിയാലും എതിർക്കണം. മന്ത്രിമാർക്കെതിരെയുള്ള അക്രമം തടയണമെന്നും AN ഷംസീർ പറഞ്ഞു. പശ്ചാത്തലത്തിൽ എന്നാൽ ശരി എന്ന് പറഞ്ഞ് കൈവീശി പോകാൻ മാത്രം ക്രൂരമായ മനസ്സിൻ്റെ ഉടമയല്ല ഞാൻ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിച്ചു. അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നീക്കി. ഇതാണ് ഞാൻ ചെയ്തത്. മറ്റ് സ്വാഭാവികം പൊളിറ്റിക്കൽ എലിഗേഷൻസ് ആണ് സ്പീക്കർക്കെതിരെയുള്ളത്. അതിന് അതേ രീതിയിൽ റിപ്ലൈ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാർച്ച് മാസം 2nd വീക്ക് പറയാം. ഇപ്പം എനിക്ക് പറ്റില്ല. ഒരു വയലൻസിനും ഞങ്ങൾ ആരും പിന്തുണക്കുന്നില്ല. ഒരു തരത്തിലുള്ള വയലൻസും മന്ത്രിമാരെയും ആക്രമിക്കാൻ പാടില്ല. ഒപ്പം സമരത്തിൽ പങ്കെടുത്ത ആളുടെ വീടും ആക്രമിക്കാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മന്ത്രിമാരെയും ആക്രമിക്കുന്ന രീതി അപലപനീയമാണ്. അക്രമം ആര് നടത്തിയാലും തെറ്റാണ്. ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തെളിവില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIയെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് നടപടി. വിധി കേട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചെന്നും മോദിയും അമിത്ഷായുമാണ് ഗൂഢാലോചന നടത്തിയതെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। यहां तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीटकर जेल में डाला गया और 6 महीने तक जेल में रखा गया। हमारे उप मुख्यमंत्री मनीष सिसोदिया जी, उनको लगभग 2 साल तक जेल में रखा गया। पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है। NCERT പുസ്തക വിഭാഗത്തിൽ കടുത്ത നടപടിയുമായി സുപ്രീം കോടതി. ജുഡീഷ്യറിയുടെ അഴിമതി എന്ന പാഠഭാഗം നിരോധിച്ച കോടതി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കടക്കം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സ് കളങ്കപ്പെടുത്താൻ ഗൂഢാലോചനയുണ്ടെന്ന് കോടതി വിമർശിച്ചു. വിഷയത്തിൽ അതൃപ്തി അറിയിച്ച പ്രധാനമന്ത്രി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. NCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതി എന്ന വിവാദ ഭാഗം ഉൾപ്പെട്ടത്. മാധ്യമ വാർത്തകളെ തുടർന്ന് സ്വമേധയാ കേസെടുത്ത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തിന് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. അഫ്ഗാനിസ്ഥാനിൽ പാക് ആക്രമണം. താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് അഫ്ഗാനിലെ താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെട്ടു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ടെന്നും താലിബാൻ പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിണറായി വിജയൻ നയിക്കും. തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. മുഖ്യമന്ത്രി ആരെന്നത് വിജയിച്ചതിന് ശേഷം തീരുമാനിക്കുന്നതാണ് പാർട്ടിയുടെ രീതിയെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഇരവിപുരത്ത് കാർത്തിക് പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കില്ല. അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ ഇരവിപുരത്ത് RSP സ്ഥാനാർത്ഥിയാകും. തർക്കത്തിനൊടുവിലാണ് RSP സംസ്ഥാന നേതൃയോഗത്തിൽ ധാരണ. NK പ്രേമേന്ദ്രൻ അനുകൂലികൾ കാർത്തിക്കിന് വേണ്ടിയും എതിർഭാഗം MS ഗോപകുമാറിന് വേണ്ടിയും വാദിച്ചതോടെ RSP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് വാക്പോര് നടത്തി. നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്നും നഷ്ടപ്പെട്ട സീറ്റ് വീണ്ടെടുക്കുമെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. ഒരിക്കലും കലുഷിതമൊന്നുമില്ല. ഏത് പാർട്ടി എന്നുള്ള നിലയിൽ ഉള്ള പോലെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. RSPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ RSPക്കാർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ആ ആശയത്തിന് വേണ്ടി വ്യത്യസ്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് സ്വാഭാവികമാണ്. അവസാനം ഒറ്റ കെട്ടായിട്ട് ആ കാര്യത്തിൽ RSPയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങുകയാണ്. ഞങ്ങൾ കേരള നിയമസഭയിലേക്ക് 5 സീറ്റിലാണ് പരമ്പരാഗതമായി മത്സരിക്കുന്നത്. 5 എണ്ണവും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളും നടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. കാർത്തിക് പ്രേമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ RSPയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കെല്ലാം ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 2 സ്ഥാനാർത്ഥികളുടെ പേരായിരുന്നു ചർച്ചയിൽ ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ്റെയും പിന്നെ MS ഗോപകുമാറിൻ്റെയും ആയിരുന്നു. ഇതിൽ ഷിബു ബേബി ജോൺ പക്ഷം MS ഗോപകുമാറിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ ഈ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഈ വാഗ്വാദങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ധാരണയായി ഇരിക്കുന്നു. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥിയായിട്ട് വിഷ്ണു മോഹനാകും മത്സരിക്കുക എന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. RYFിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് വിഷ്ണു മോഹൻ. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെ മത്സരിക്കണം എന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ന് കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും കൂടുകയുണ്ടായി. ഇതിലെല്ലാം ഉണ്ടായ ചർച്ചയിലാണ് സമവായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് വിഷ്ണു മോഹൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ കൊല്ലം ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്നു വിഷ്ണു മോഹൻ. RYFിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ വിഷ്ണു മോഹനാകും മത്സരിക്കുക. വിനീഷ്, ന്യൂസ് 18 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് P സരിന്റെ പേര് നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. മറ്റ് മുന്നണികളുടെ തീരുമാനം വന്ന ശേഷം മതി പ്രഖ്യാപനമെന്നാണ് ധാരണ. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം V പൊന്നുക്കുട്ടനും നെന്മാറയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രേമനും പരിഗണനയിലാണ്. തൃത്താലയിൽ MP രാജേഷ് തുടരും. CPM മത്സരിക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLAമാരെ നിലനിർത്തണമെന്നും ശുപാർശയും. മുസ്ലിം ലീഗും കോൺഗ്രസും 3 സീറ്റുകൾ വെച്ചുമാറാൻ ധാരണ. തിരുവമ്പാടിയും പട്ടാമ്പിയും കോങ്ങാടും ബാലുശ്ശേരിയും പുനലൂരും ചടയമംഗലവുമാണ് ലീഗും കോൺഗ്രസും വെച്ചുമാറുന്നത്. നിലവിൽ ഇതെല്ലാം LDFിൻ്റെ സീറ്റുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 5-ന് കേരളത്തിലെത്തും. കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാന സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തലസ്ഥാനത്തെത്തുക. ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാർച്ച് 2ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. ഏപ്രിൽ 15-ന് മുൻപ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ വിജിലൻസ് മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും മൊഴിയെടുത്തു. കൊടിമര നിർമ്മാണത്തിന് സ്വർണം നൽകിയിരുന്നതായി മോഹൻലാൽ മൊഴി നൽകി. സുരേഷ് ഗോപി അറിയിച്ചതനുസരിച്ചാണ് സുഹൃത്ത് വഴി സ്വർണം നൽകിയത്. കൊച്ചിയിൽ വെച്ചാണ് ദിലീപിൻ്റെ മൊഴിയെടുത്തത്. കൊടിമര പുനർനിർമ്മാണത്തിനായി 27 പേരാണ് സ്വർണം സംഭാവനയായി നൽകിയത്. ശബരിമലയിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ടായിട്ടുണ്ടോ, സുതാര്യതയില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിജിലൻസിന്റെ പ്രത്യേക സംഘം നടത്തുന്ന പരിശോധന പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായാണ് ചലച്ചിത്ര താരങ്ങളായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാൽ തന്റെ സുഹൃത്ത് മുഖേനയാണ് 2 പവൻ സ്വർണം
ഈ കൊടിമര നിർമ്മാണത്തിനായി നൽകിയതെന്ന മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുരേഷ് ഗോപിയാണ് തന്നോട് ഇങ്ങനെ ഒരു അവസരമുണ്ട്, സ്വർണം കൊടിമരത്തിനായി സംഭാവന നൽകാൻ ഒരു അവസരമുണ്ടോ എന്ന കാര്യം സുരേഷ് ഗോപിയാണ് തന്നെ അറിയിച്ചതെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സുഹൃത്ത് മുഖേനയാണ് ഈ സ്വർണം 2 പവന്റെ സ്വർണം കൊടുത്തുവിട്ടതെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപും സമാനമായ തരത്തിൽ കൊടിമര നിർമ്മാണത്തിനായി സ്വർണം കൈമാറിയിട്ടുണ്ട് എന്ന് കൊച്ചിയിൽ വെച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം. ആകെ 27 പേരിൽ നിന്നായാണ് ഇത്തരത്തിൽ സ്വർണം സംഭാവനയായി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നിലവിലെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം ഈ ഒരാഴ്ചക്കകത്ത് പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിലാണ് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. KS ബൈജു ഇന്ന് ജയിൽ മോചിതരാകും. സർക്കാർ ജീവനക്കാർ ഡേറ്റ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാ പരമാണ്. അയച്ച സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ലെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഡേറ്റ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് ദുരുപയോഗം ചെയ്തു. ഡാറ്റ മോഷണം നടന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡേറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തി. ഡേറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രി ചെയ്തത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ വിവരങ്ങൾ കിട്ടുന്നത് ഗുരുതരമെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരന് ക്രൂരമർദ്ദനമേറ്റ കേസിൽ പ്രതികൾക്കെതിരെ കാപ്പ കേസ് ചുമത്തും. അമൽ, അനന്തു എന്നിവർ കൊലപാതകം, ലഹരിയടക്കമുള്ള കേസുകളിൽ പ്രതികളാണ്. ഒന്നാം പ്രതി സഫാനയുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തും. സഫാന ഉൾപ്പെടുന്ന സംഘം മുൻപും സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് സംശയം. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിൽ 4 പേരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂട്യൂബ് ചാനലിലൂടെ അതിജീവിതമാരുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും മുൻ DGPയുമായ R. ശ്രീലേഖയ്ക്കെതിരെ കേസ്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാരുടെ പേര് വിവരങ്ങളടക്കം വെളിപ്പെടുത്തിയതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ പേരും മറ്റൊരു വീഡിയോയിൽ കിളിരൂർ, കവിയൂർ കേസുകളിലെ ഇരകളുടെ പേരും വെളിപ്പെടുത്തിയതിനാണ് കേസ്. വാഹന പരിശോധനയ്ക്കിടെ നോർത്ത് പോലീസ് സ്റ്റേഷൻ SI PN സന്തോഷിനെ കാറിടിപ്പിച്ച് തെറിപ്പിച്ച പ്രതികളെ റിമാൻഡ് ചെയ്ത് കോടതി. DCPയുടെ നേതൃത്വത്തിൽ കൊല്ലം സ്വദേശികളായ ഇൻഷാദിനെയും ഷംനാദിനെയും ചോദ്യം ചെയ്തു. മദ്യലഹരിയിൽ കാർ നിർത്താതെ പോയി എന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസുകാരനെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ കൊല്ലത്തു നിന്നാണ് ഇന്നലെ നോർത്ത് പോലീസ് പിടികൂടിയത്. കാറിൽ മറ്റൊരു യുവതി കൂടി ഉണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇടുക്കിയിൽ സ്ത്രീകൾക്ക് നേരെ DCC യോഗത്തിന്റെ അംഗത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം. രാജകുമാരി കുംഭപാറയിലാണ് സംഭവം. വഴിതർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. ഇടുക്കി രാജകുമാരിയിലാണ് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. 5 സ്ത്രീകൾക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ഇടുക്കി DCC അംഗവും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഷാജി കുച്ചുകരോട്ടും ഒരു സംഘം ആളുകളുമാണ് സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിലെത്തിയ സംഘം സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. രാജകുമാരി കുംഭപാറ സ്വദേശികളായ സുധയുടെ മകൾ ശ്രുതി, സുധയുടെ സഹോദരി പൊന്നമ്മ, ഇവർ അയൽവാസി ബിന്ദുവിന്റെ മകൾ കൃഷ്ണപ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോഴായിരുന്നു സ്ത്രീകളുടെ കൈവശം ഉള്ളപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ ഷാജി കുച്ചുകുരോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ബിന്ദുവിന്റെ വീടിന് സമീപമെത്തുകയും ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ആക്രമണം ഉണ്ടാവുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുൻപൊരു വഴിത്തർക്കം നിലവിൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇത് രാജാക്കാട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പരാതി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിനായി ചർച്ചയൊക്കെ ഉണ്ടാകുകയും ഇത് രമ്യമായി പരിഹരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാത്തുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഒരു ആക്രമണത്തിൽ കലാശിച്ചത്. മേഖലയിൽ ഷാജി കുച്ചുവരോട്ട് ഒരു ഗേറ്റ് സ്ഥാപിച്ചിരുന്നു. ഇത് ഗേറ്റ് ഇളകിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാകുകയും ഇത് ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു. എന്തായാലും സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 5 സ്ത്രീകൾക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. കൊല്ലം മുണ്ടക്കലിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് കുത്തേറ്റു. ശംഭു എന്ന ആൾക്കാണ് കുത്തേറ്റത്.
മുണ്ടയ്ക്കൽ തുമ്പറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ഉദയൻ മാർത്താണ്ഡപുരം സ്വദേശി സന്ദീപാണ് ആക്രമിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ആർ ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസിൽ എഫ്ഐആർ നിലനിൽക്കുന്ന ചൂണ്ടിക്കാട്ടി UDF പ്രതിഷേധിച്ചു. തുടർന്ന് പ്രസംഗിക്കാൻ സമ്മതിക്കാതെ മൈക്ക് ഓഫ് ചെയ്തതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. LDFും കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഡെപ്യൂട്ടി മേയറെ അധിക്ഷേപിക്കാൻ നടക്കുന്നത്. താങ്കൾക്ക് കണക്ക് പറയണമെങ്കിൽ പറയണം. ഇവിടെ ഈ സഭ, ഈ കൗൺസിൽ യോഗം ആദ്യമായിട്ടൊന്നല്ല നടക്കുന്നത്. മേയർക്ക് പുറത്തു പോകേണ്ടി വരുന്ന സമയത്ത് മറ്റുള്ളവരെ ഇരുത്തി പോയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ഇറങ്ങിപ്പോയ ചരിത്രമുണ്ട്. ഈ രാഗി രവികുമാർ ഇരുന്നല്ലേ 5 വർഷം. അപ്പൊ ഇങ്ങനെ വനിതകളെ അധിക്ഷേപിക്കണ്ട. ഇവിടെ പ്രോജക്ട് ബോട്ടിൽ ക്ലബ് എന്ന പുതിയ പദ്ധതിയുമായി ബീവറേജസ് കോർപ്പറേഷൻ. ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ ഇനി സ്വകാര്യ കമ്പനികൾക്കും ഇടം ലഭിക്കും. ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ കമ്പനികൾക്ക് പ്രത്യേക കൗണ്ടർ അനുവദിക്കാനാണ് തീരുമാനം. നിശ്ചിത ഫീസ് ഈടാക്കിയാകും ഇത് അനുവദിക്കുന്നത്. തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട്ലെറ്റിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുക. ഇന്ത്യവുഡ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള പുരസ്കാരമേളയായ ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം 2025 വിതരണം ചെയ്തു. വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി പ്രശസ്ത ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഭാഷാ കേസരി പുരസ്കാരം സമ്മാനിച്ചു. 5,01,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യ വർമ്മ സമർപ്പിച്ചു. പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ അർഹനായി. 5,01,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. കൂടാതെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ 25 മേഖലകളിൽ നിന്നുള്ള ജേതാക്കൾക്ക് 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഏരീസ് ഗ്രൂപ്പ് CEOയും സ്ഥാപക ചെയർമാനുമായ സോഹൻ റോയ് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ 2020 തുടക്കം കുറിച്ച ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ മേളയിലൂടെ നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പവർഫുൾ സൗണ്ട് പെർഫോമൻസുമായി എത്തിയ സാംസങ് സൗണ്ട് ടവർ മൈജിയിൽ ലോഞ്ച് ചെയ്തു. ഡിജിറ്റൽ എന്റർടൈൻമെന്റ് രംഗത്ത് ഇതുവരെ കാണാത്ത കിടിലൻ ഫീച്ചറുകളാണ് സാംസങ് സൗണ്ട് ടവർ ST50F. സാംസങ് AV ഡിവിഷൻ ബ്രാഞ്ച് ഹെഡ് സഞ്ജിത് നായർ, സിജോ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശീതീകരിച്ച് പുതുക്കി നിർമ്മിച്ച നിത്യ അന്നദാന മണ്ഡപം ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് അനിൽകുമാർ, വൈസ് ചെയർമാൻ ഉമാ അനിൽകുമാർ എന്നിവർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ്, കല്യാൺ സിൽക്സ് CMD പട്ടാഭിരാമൻ, പത്മശ്രീ IM വിജയൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, തിരുവമ്പാടി ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനീഷിനെ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ ചടങ്ങിൽ ആദരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,830, പവന് 1,18,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,230, പവന് 97,840. വെള്ളി ഗ്രാമിന് 285, കിലോയ്ക്ക് 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ.